താഴെയുള്ളവർക്ക് ആ ജ്യേഷ്ഠ സഹോദരനോട് ചില കടമകൾ പാലിക്കേണ്ടതുണ്ട്. സ്ഥാനം അറിഞ്ഞ് ഇടപെടലാണ് ഒന്നാമതായി വേണ്ടത്. തന്റെ പിതൃതുല്യനാണിത്, തന്റെ ബാപ്പയുടെ കാലശേഷം ബാപ്പയുടെ സ്ഥാനത്താണിത് എന്നറിഞ്ഞുകൊണ്ട് ഇടപെടുകയാണ് വേണ്ടത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ മറ്റുള്ളവർക്ക് സഹായം ചെയ്തു കൊടുക്കുന്നതിൻ്റെയും നന്മകൾ ചെയ്യുന്നതിൻ്റെയും ഒക്കെ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്ത ചില തർത്തീബുകളുണ്ട്, ക്രമങ്ങളുണ്ട്, ഓർഡറുണ്ട്. ആ ഓർഡർ പാലിക്കേണ്ടതുണ്ട്. ബർറ ഉമ്മക വ അബാക വ ഉഖ്തക വ അഖാക വ അദ്നാക വ അദ്നാക. എന്താണ് ഇതിലൂടെ പഠിപ്പിക്കുന്നത്? നീ നിന്റെ ഉമ്മയോട് നന്മ ചെയ്യുക. ഉമ്മക്കാദ്യം പ്രാധാന്യം പറഞ്ഞു. ഉമ്മയോട് നന്മ ചെയ്യുക, നിന്റെ ഉപ്പയോട് നന്മ ചെയ്യുക. വ ഉഖ്തക, നിന്റെ സഹോദരിയോട്, ഈ താത്തയോട്. വ അഖാക, നിന്റെ സഹോദരനോട്. സുമ്മ അദ്നാക, അദ്നാക, പിന്നെ അങ്ങനെ അതിനോടടുത്ത് വരുന്നവരോട് എന്ന്. ആ ക്രമം പോലും കുടുംബ ബന്ധങ്ങളിലും രക്തബന്ധങ്ങളിലും പാലിക്കേണ്ടെന്ന ആ ഒരു കൃത്യമായ നിയമനിർദ്ദേശങ്ങൾ പോലും ഇസ്ലാം ഈ വിഷയത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തൻ്റെ ആ സ്ഥാനം അഥവാ തൻ്റെ ജ്യേഷ്ഠ സഹോദരന്റെ സ്ഥാനം അറിഞ്ഞുകൊണ്ടായിരിക്കണം ഇളയവർ ഇടപെടേണ്ടത്. രണ്ടാമതായി അവരുമായിട്ടുള്ള ബന്ധം ചേർക്കുന്നതിലും അവരെ ഇഷ്ടപ്പെടുന്നതിലും ശ്രദ്ധ വേണം. അവരെ കഴിയുമ്പോഴെല്ലാം സന്ദർശിക്കണം, അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കണം, അവരുടെ കുടുംബകാര്യങ്ങൾ അറിയണം, മക്കളെക്കുറിച്ച് ആരായണം. കഴിയുമെങ്കിൽ അവർക്ക് ചില സമ്മാനങ്ങളും ഹദിയകളും സദഖകളും ഒക്കെ അവർക്ക് നൽകിക്കൊണ്ട് അവരോടുള്ള കടമകൾ നിർവഹിക്കണം. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന് ഒരു പുതപ്പ് സമ്മാനിച്ചു. ആ പുതപ്പ് കിട്ടിയ വേളയിൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഇഷ്ടപ്പെട്ട ഒരു പുതപ്പ് തന്നെയായിരുന്നു, റസൂലുള്ള കൊടുത്തതാണ്. ആ ഘട്ടത്തിൽ ഫകസാഹാ ഉമറു അഖല്ലഹു, തന്റെ സഹോദരന് അത് കൊടുക്കുകയാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചെയ്തത് എന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ അവരോടുള്ള ആദരവ്, ബഹുമാനം നിലനിർത്തേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൊതുവെ തന്നെ പഠിപ്പിച്ച ഒരു തത്വമുണ്ട്. ലൈസ മിന്ന, നമ്മിൽപ്പെട്ടവനല്ല, മല്ലം യുവഖിർ കബീറനാ, നമ്മളിലെ മൂത്തവരോട്, പ്രായമുള്ളവരോട്, വലിയവരോട് ബഹുമാനാദരവുകൾ കാണിക്കാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന്. അത് സമൂഹത്തിലെ തന്നെക്കാൾ മുതിർന്നവരോട് പോലുമുള്ള കടമയാണെങ്കിൽ തൻ്റെ കൂടപ്പിറപ്പിന്റെ മുതിർന്ന ആളുകളോടുള്ള കടമയിൽ എത്രത്തോളം അത് പാലിക്കപ്പെടേണ്ടതുണ്ട് എന്നത് ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾക്ക് കാതോർക്കണം. അതേപോലെ തന്നെ ശൂറകൾ നടക്കണം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ് ഒരിക്കൽ ചോദിക്കപ്പെടുകയാണ്, മാ ഖൈറു മാ ഉഅ്തിയൽ ഇൻസാൻ, ഒരു മനുഷ്യന് നൽകപ്പെടുന്ന ഒരു ഖൈറായ കാര്യം ഏതാണ്? അദ്ദേഹം പല കാര്യങ്ങൾ എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, അഖുൻ ശഖീഖുൻ യസ്തശീറുഹു, തന്റെ കാര്യങ്ങളിലൊക്കെ കൂടിയാലോചിക്കാൻ പറ്റാവുന്ന ഒരു മൂത്തൈക്കാക്കയുണ്ടാവുക, ഒരു സഹോദരൻ ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും വലിയ ഒരു നന്മ തന്നെയാണ്. കാരണം ആ കൂടപ്പിറപ്പ് നമ്മെ ചതിക്കില്ലെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്, വേണ്ടയിടത്ത് കൈയൊഴിയില്ലെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്, നന്മയിലേക്ക് നമ്മെ കൈപിടിച്ചുയർത്തുമെന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്, ശരികളിലേക്ക് നമ്മെ നയിക്കുമെന്നാണ് നമ്മൾ അറിയേണ്ടത്. തനിക്കിഷ്ടപ്പെടുന്നത് അദ്ദേഹം തനിക്ക് വേണ്ടിയും ഇഷ്ടപ്പെടുമെന്നാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഒരു സഹാബിയോട് ചോദിക്കുകയാണ്, അതുഹിബ്ബുൽ ജന്ന, നിനക്ക് സ്വർഗത്തിൽ കയറണോ, നിനക്ക് സ്വർഗം കിട്ടണമെന്ന് ഇഷ്ടമുണ്ടോ? അദ്ദേഹം പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അതാരാണ് ഇഷ്ടപ്പെടാത്തത്, എനിക്കത് വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ ഫഅഹിബ്ബ ലിഅഖീക, നിന്റെ സഹോദരന് വേണ്ടി നീ ഇഷ്ടപ്പെടണം. മാ തുഹിബ്ബു ലിനഫ്സിക, നീ നിനക്ക് ഇഷ്ടപ്പെടുന്നത്. പൊതുവായ ഒരു തത്വമാണിതെങ്കിലും തന്റെ രക്തത്തിൽ പറന്ന തന്റേതായ കൂടെയുള്ള ആ കൂടപ്പിറപ്പായ തന്റെ രക്തബന്ധുവായ തന്നേക്കാൾ മൂത്ത തന്റെ സഹോദരനുമായിട്ടുള്ള ബന്ധത്തിൽ അപ്പോൾ എത്രത്തോളം അത് ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ട് എന്നത് ഇതിൽ നിന്ന് വായിച്ചെടുക്കാവുന്നതാണല്ലോ. മാത്രമല്ല തന്റെ ജ്യേഷ്ഠ സഹോദരനിൽ നിന്നുണ്ടാകുന്ന നന്മകൾക്ക് വിലമതിക്കണം. അതേപോലെ തന്നെ പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് വിട്ടുപുറത്ത് മാപ്പ് കൊടുക്കുവാൻ തയ്യാറാവണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ഓതിക്കൊണ്ട് സൂറത്ത് യൂസുഫ് നമുക്ക് പഠിപ്പിച്ചിരുന്നില്ലേ? യൂസുഫ് നബി അലൈഹിസ്സലാം എന്ന ഇളയ സഹോദരനോട് മൂത്തവർക്ക് വല്ലാത്ത അസൂയയുണ്ടായി, പകയുണ്ടായി, വിദ്വേഷമുണ്ടായി, കൊല്ലണമെന്നവരെ ചിലർക്കൊക്കെ മോഹമുണ്ടായി. അവസാനം കൊട്ടക്കിണറ്റിൽ തള്ളപ്പെട്ടു. ചരിത്രം ഇങ്ങനെ നീണ്ടുപോവുകയാണ്. കൊട്ടാരത്തിലെ മന്ത്രിയായി, ഭക്ഷ്യവകുപ്പ് കഴിയുന്ന സ്ഥാനത്തെത്തിയ അധികാരിയായി, ഉന്നത സ്ഥാനങ്ങളിലെത്തി, സഹോദരങ്ങൾ തന്റെ മുമ്പിൽ കൈനീട്ടുന്ന അവസ്ഥയോളമെത്തി. ആ സമയത്ത് ഇത് ജ്യേഷ്ഠനാണ്, സഹോദരന്മാരാണെന്ന തിരിച്ചറിവുണ്ടായ ഘട്ടത്തിൽ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം പ്രതികാരദാഹിയായി നിലകൊണ്ടിട്ടില്ല. നിങ്ങൾ എൻ്റെ ഇക്കാക്കയാണ്,
നിങ്ങളൊക്കെ എൻ്റെ ഇക്കാക്കമാരാണ്, ഞാൻ നിങ്ങളുടെ ഇളയവനാണ് എന്ന തിരിച്ചറിവുണ്ടായപ്പോഴും ആ സഹോദരങ്ങൾ അവസാനം യൂസുഫിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് തെറ്റുപറ്റി, ഞങ്ങൾക്ക് അബദ്ധം പറ്റി നിന്നോടുള്ള പെരുമാറ്റത്തിൽ എന്ന് പറഞ്ഞപ്പോൾ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞ മറുപടി, ലാ തസ്രീബ അലൈക്കുമുൽ യൗം യഗ്ഫിറുല്ലാഹു ലക്കും വഹുവ അർഹമുർ റഹീമീൻ. നിങ്ങളുടെ മേലൊരു പ്രതികാര നടപടിയും ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ എന്നോട് ചെറുപ്പത്തിൽ പല നിലക്കും ഇടപെട്ടു എന്നുള്ളതൊന്നും ഞാനിപ്പോൾ അത് ഓർക്കാൻ തയ്യാറാകുന്നില്ല. നിങ്ങളോട് ഞാൻ പ്രതികാരമെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. യഗ്ഫിറുല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ. വഹുവ അർഹമുർ റഹീമീൻ, അവൻ ഏറ്റവും കാരുണ്യവാന്മാരിൽ വെച്ച് ഏറെ കരുണ ചെയ്യുന്ന അർഹമുർ റഹീമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്യുവാനാണ് യൂസുഫ് അലൈഹിസ്സലാമിന്റെ ചരിത്രം നമുക്ക് പാഠമായി വർത്തിക്കുന്നത്. എന്നാൽ ഇതിനോടൊരു കാര്യം നമ്മൾ ചേർത്തുകൊണ്ട് മനസ്സിലാക്കണം. എത്ര തന്നെ അങ്ങോട്ട് ബന്ധം സ്ഥാപിക്കുവാൻ ശ്രമിച്ചാലും ആദർശത്തിന്റെ പേരിൽ താഴെയുള്ളവരോട്, സഹോദരങ്ങളോട് മിണ്ടാട്ടം നിർത്തിയവർ, ബന്ധം വിച്ഛേദിച്ചവരൊക്കെ ഉണ്ടാകും. അവരോട് നമുക്ക് നിവൃത്തിയില്ല. അവർ നമ്മെ ഇഷ്ടപ്പെടണമെങ്കിൽ അവരുദ്ദേശിക്കുന്ന ശിർക്കിന്റെ ആദർശത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകേണ്ടി വരും. അതിന് നമുക്ക് സാധ്യമാകില്ലല്ലോ. അത്തരം കാര്യങ്ങളിൽ നമുക്ക് നിർവാഹമില്ല. പക്ഷേ അത്തരം ഘട്ടങ്ങളിൽ പോലും നിന്റെ മാതാപിതാക്കളായിരുന്നാൽ പോലും, അവർ റബ്ബിനോട് ശിർക്ക് വെക്കുന്നവരായാൽ പോലും, നീ അവരോട് എന്ത് ചെയ്യണം? വസാഹിബുഹുമാ ഫിദ്ദുന്യാ മഅറൂഫ, ദുന്യാവിന്റെ കാര്യങ്ങളിൽ നീ അവരോട് ചെയ്യുന്ന സഹായ സഹകരണങ്ങളും ബന്ധങ്ങളുമൊക്കെ നീ തുടർന്നുകൊണ്ടേയിരിക്കണം.